ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുജാതയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ആ ഭയാനകമായ നിമിഷം ഒരു സ്ഫോടനം പോയ മനസ്സിലേക്ക് ഇരിച്ചു കയറി. തന്നെ ഇല്ലാതാക്കാൻ സ്വന്തം ജീവനെടുക്കാൻ വേണ്ടി ഗീതയും ഭർത്താവും തയ്യാറായി വന്ന ആ ഒരു നിമിഷം. എത്ര ക്രൂരമാണ് അവർ തന്നോട് പെരുമാറിയത്. സ്വന്തം ചോരയാണെന്ന് കരുതി അവർ സ്നേഹിച്ചവർ തന്നെ കൊല്ലാൻ വന്നപ്പോൾ ശരിക്കും അതാണ് തൻ്റെ സ്വന്തമെന്ന് സുജാത തിരിച്ചറിഞ്ഞിരുന്നു. വിനീതിൻ്റെയും ഗംഗയുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. എത്ര വലിയ തെറ്റാണ് താൻ ആ കുട്ടികളോട് ചെയ്തത്. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ സുജാത സാരിത്തുമ്പ് കൊണ്ട് അത് തുടച്ചു മാറ്റി. ഇന്ന് അവർ വരും, വിനീതും ഗംഗയും. ഫോണിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് താൻ മാപ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഓടി വരാമെന്ന് പറഞ്ഞ ആ നല്ല മനസ്സുകളെ ഓർത്ത് സുജാതയുടെ ഹൃദയം വിങ്ങി. അവർക്കായി ഒരു വലിയ സദ്യ തന്നെ ഒരുക്കുകയാണ് സുജാത ഇപ്പോൾ. ഓരോ കറികൾ വെക്കുമ്പോഴും അതിൽ നിറയെ അമ്മയുടെ സ്നേഹവും പശ്ചാത്താപവും നിറഞ്ഞു നിന്നിരുന്നു. ഇതേ സമയം മുകളിലത്തെ മുറിയിൽ ഗീതയും ഭർത്താവും വലിയ സന്തോഷത്തിലായിരുന്നു. സുജാതയുടെ മാറ്റത്തിന്റെ യഥാർത്ഥ കാരണം അവർക്കിപ്പോഴും മനസ്സിലായിരുന്നില്ല. കണ്ടോടി, ഇന്നലത്തെ നമ്മുടെ ആ ഒരു വിരട്ടിൽ തന്നെ തള്ള വീണു. പേടിച്ചിട്ടാണ് ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അയാൾ പരിഹാസത്തോടെ ചിരിച്ചോട് ഗീതയോട് പറഞ്ഞു. ഗീതയും അതിൽ പങ്കുചേർന്നു. അതെ, നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും. വിനീതിന്റെ 16 അടിയന്തരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവനെ എന്നേക്കുമായി ഒഴിവാക്കാമായിരുന്നു. ഈ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ പേരിലായിരുന്നു. ഏതായാലും ആ തള്ളയുടെ പേടി നമുക്കങ്ങ് മുതലെടുക്കണം. അവരുടെ സംസാരത്തിൽ നിറയെ അത്യാഗ്രഹവും കുടിലതയും മാത്രമായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. സുജാത വേഗത്തിൽ പൂമുഖത്തേക്ക് നടന്നു. വിനീതും ഗംഗയും വണ്ടിയിൽ നിന്നും ഇറങ്ങി. അവരുടെ മുഖത്ത് ചെറിയൊരു ആശങ്കയുണ്ടെങ്കിലും സുജാതയെ കണ്ടപ്പോൾ അതങ്ങ് അലിഞ്ഞുപോയി. നിലവിളക്കു കത്തിച്ച് പിടിച്ച് നിറ കണ്ണുകളോടെയാണ് സുജാത ഗംഗയെ സ്വീകരിക്കുന്നത്. ഗംഗ വലതുകാൽ വെച്ച് ആ ഒരു വീടിന്റെ ഉമ്മറത്തേക്ക് കയറി. സുജാതയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. നിലവിളക്ക് മാറ്റിവെച്ച് അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി മക്കളെ. എൻ്റെ കണ്ണ് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു ഞാൻ. നിങ്ങളെ ഞാൻ ഒരുപാടധികം വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം. വിനീതും ഗംഗയും ആ അമ്മയുടെ കണ്ണുനീര് തുടച്ചു മാറ്റി. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറകയിൽ ചുംബിച്ചു. അമ്മയൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അമ്മയെ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. വിനീത് സ്നേഹത്തോടെ പറഞ്ഞു. ആ നിമിഷം സുജാതയ്ക്ക് തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ ഒരു വലിയ സ്വർഗമായിരുന്നു അത്. സന്തോഷത്തിന്റെ ആ നിമിഷങ്ങൾ പെട്ടെന്നാണ് അവസാനിച്ചത്. പടികളിറങ്ങി വന്ന ഗീതയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ വിനീതിന്റെ കണ്ണുകളിൽ അങ്ങ് തീപ്പാറി. കഴിഞ്ഞ ദിവസം തന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവനാണ് ആ നിൽക്കുന്നത്. വിനീത് വേഗത്തിൽ അയാളുടെ അടുത്തേക്ക് നടന്നു. ഒന്നും പറയാതെ അയാളുടെ കോളറിനങ്ങ് കുത്തിരി പിടിച്ചിട്ട് ഒറ്റയടി. അടി തെറ്റി അയാൾ താഴേക്ക് വീണു. ഗീത ഭയന്ന് അലറി വിളിച്ചു. എടാ നായെ, എൻ്റെ അമ്മയെ കൊല്ലാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം വന്നത്? നിന്നെ ഞാൻ കൊല്ലുമടാ. വിനീതിന്റെ ശബ്ദം ആ വീടാകെ മുഴങ്ങി. അവൻ അയാളെ വലിച്ചഴിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അയാളുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങിയപ്പോൾ ഗംഗ ഓടി വന്ന് വിനീതിനെ തടഞ്ഞു. വിനീതേട്ടാ വിട്, അവൻ ചത്തുപോവും. നമ്മൾ അവരെ തൊട്ട് കൈയൊന്നും മഴക്കാവണ്ട. വിട് വിനീതേട്ടാ. ഗംഗയുടെ വാക്കുകൾ കേട്ട് വിനീത അയാളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. സുജാതയുടെ മുഖത്ത് യാതൊരു വിധ ദയവും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്, രണ്ടും കൂടി ഇനി പടി ചവിട്ടരുത്. സുജാത ഗീതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഗീതയും ഭർത്താവും അപമാനിതരായി ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അന്നു മുതൽ ആ വീട്ടിൽ സമാധാനം തിരിച്ചെത്തി. സുജാതയും വിനീതും ഗംഗയും പഴയതിലും സന്തോഷമായി ഒരുമിച്ച് തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇതേ സമയം ദൂരെ എസ്റ്റേറ്റിൽ വലിയൊരു ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. കാവേരിയുടെ അച്ഛന്റെ ചോരയും വിയർപ്പും വീണ ആ ഒരു തോട്ടം ഇപ്പോൾ ജയപാലന്റെ കൈകളിലാണ്. ചതിയിലൂടെയും കൊലപാതകത്തിലൂടെയും അയാൾ അത് സ്വന്തമാക്കി. അതിന്റെ അഹങ്കാരത്തിൽ വലിയൊരു ഭൂമി പൂജ നടത്തുകയാണ് ജയപാലൻ. പൂജാരി മന്ത്രങ്ങൾ ഉരുവിടുന്നു. ജയപാലന്റെ ഭാര്യയും മകൻ വിശാലും അനിയത്തി രാജേഷിനും ചുറ്റും നിൽക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഭർത്താവിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുകയാണ് പാവം ഭാര്യ. അതേസമയം കാവേരിയുടെ വീട്ടിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തയ്യാറെടുത്തിട്ടിരുന്നായിരുന്നു. ശാരദയും അച്ചമ്മയും ഭയത്തോടുകൂടെ കാവേരിയെ നോക്കി. ജയപാലൻ വലിയ പണക്കാരനാണ്, ഗുണ്ടകളുണ്ട്. അവരോട് നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു അവരുടെയൊക്കെ പേടി. പക്ഷേ കാവേരിയുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണമ്മേ അത്. ആ പണം കൊടുത്തിട്ട് വാങ്ങിയ തോട്ടം, ആ തോട്ടം ജയപാലൻ സ്വന്തമാക്കുമ്പോൾ നമുക്ക് വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ? അയാളെ അവിടെ പൂജ നടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് അവിടെ സമാധാനം കിട്ടില്ല. കാവേരിയുടെ വാക്കുകളിലെ ഉറപ്പ് ആ കുടുംബത്തിന് പുതിയൊരു ധൈര്യം നൽകി. അവരെല്ലാവരും ചേർന്ന് ആ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. തോട്ടത്തിൽ പൂജ പുരോഗമിക്കുമ്പോഴാണ് കാവേരിയും കുടുംബവും അങ്ങോട്ടേക്ക് കാലിൽ വന്നിറങ്ങുന്നത്. അവരെ കണ്ടപ്പോൾ ജയപാലന്റെ ചിരി അങ്ങ് മാഞ്ഞു. അയാളുടെ കണ്ണിൽ പക നിറഞ്ഞു. നിങ്ങൾക്കെന്താ ഇപ്പോ ഇവിടെ കാര്യം? വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ വാങ്ങിത്തരാം. അല്ലാതെ വെറുതെ പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കരുത്. ഇതെന്റെ ഭൂമിയാണ്, ജയപാലൻ അഹങ്കാരത്തോടെ പറഞ്ഞു. കാവേരി മുന്നോട്ട് വന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് നിങ്ങളുടെ ഭൂമിയല്ല ജയപാലൻ, എൻ്റെ അച്ഛൻ്റെ സ്വത്താണിത്. നിങ്ങൾ ചതിയിലൂടെ സ്വന്തമാക്കിയത്. ഇത് കേട്ട് വിശാലും ജയപാലന്റെ ഭാര്യയും മുന്നോട്ട് വന്നു. അവർക്ക് ജയപാലന്റെ തനി നിറം അറിയില്ലായിരുന്നു.
അച്ഛനെ അപമാനിക്കുന്നത് കണ്ട് വിശാൽ കാവേരിക്ക് നേരെ തിരിഞ്ഞു. വാക്കുതർക്കം അങ്ങനെ രൂക്ഷമായി. പെട്ടെന്നാണ് അവിടേക്ക് നിവിൻ ഓടിയെത്തിയത്. നിവിനെ കണ്ടപ്പോൾ രാജേശ്വരിയുടെ മുഖത്ത് ആശ്വാസം വിരിഞ്ഞു. തന്റെ മകൻ കാവേരിയെ അവിടെ നിന്നും ഇറക്കിവിടുമെന്ന് അവർ കരുതി. പക്ഷേ നിവിൻ നേരെ ചെന്നത് കാവേരിയുടെ അടുത്തേക്കാണ്. അവൻ കാവേരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അമ്മാവ, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. കാവേരിയോട് കാണിക്കുന്നത് നീതികേടാണ്, നിവിൻ ഉറക്കെ പറഞ്ഞു. രാജേശ്വരിക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. നിവിൻ, നീ എന്താ ഈ പറയുന്നത്? സ്വന്തം അമ്മാവിനെതിരെ ഈ പെണ്ണിന് വേണ്ടിയിട്ട് നീ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? അവർ പൊട്ടിത്തെറിച്ചു. സത്യം ആരുടെ ഭാഗത്താണോ ഞാൻ അവരുടെ കൂടെ നിൽക്കുള്ളൂ അമ്മേ. അമ്മാവന് ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് അതിനൊരു തെളിവ് കാണിക്കട്ടെ. നിവിൻ പിന്നോട്ട് മാറാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് കാവേരി ആ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പുറത്തെടുത്തത്. അവൾ ഒരാളെ മുന്നോട്ട് നിർത്തി. നരേൻ, മുത്തശ്ശന്റെ മാനേജറായ മേഘനാഥായിരുന്നു അത്. ഇതാണ് ഈ തോട്ടത്തിന്റെ യഥാർത്ഥ ഉടമയായ ശിവരാജൻ. അദ്ദേഹം പറയും സത്യം എന്താണ് എന്ന്. കാവേരി വിജയഭാവത്തിൽ ജയബാലനെ നോക്കി. പക്ഷേ ജയബാലന്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യഥാർത്ഥ ശിവരാജൻ ആരാണ് എന്ന്. കാരണം ആ ശിവരാജനെ അയാളുടെ ആളുകൾ എന്നെ കൊന്നുകളഞ്ഞിരുന്നു. ജയബാലൻ ഉച്ചത്തിലങ്ങ് ചിരിച്ചു. കാവേരി, നീ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത്? എനിക്ക് തോട്ടം വിറ്റ ശിവരാജൻ ഇയാളല്ല, വേറെ ശിവരാജനാണ്. ജയബാലൻ മേഘനാഥന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. താനാണോ എനിക്ക് ഈ എസ്റ്റേറ്റ് വിറ്റത്? സത്യം പറയടോ എന്ന്. ജയബാലന്റെ ശബ്ദത്തിലെ ഭീഷണി കേട്ട് മേഘനാഥൻ പതറിപ്പോയി. കാവേരിയും നിവിനും പരസ്പരം നോക്കി. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന് കാവേരിക്ക് മനസ്സിലായി. ഇത് യഥാർത്ഥ ശിവരാജനല്ല എന്നും തങ്ങളെ സഹായിക്കാൻ വേണ്ടി നരൻ മുത്തശ്ശൻ ഏർപ്പാടാക്കിയ ഒരു നാടകക്കാരനാണെന്നും അവിടെ വെച്ച് തെളിഞ്ഞു. ജയബാലൻ വീണ്ടും ജയിച്ചു. കാവേരിയും കുടുംബവും തല കുനിച്ച് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. യഥാർത്ഥ ശിവരാജനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇനി കാവേരിക്ക് മുന്നിലുള്ള ഏക വഴി. തോട്ടത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം രാജേശ്വരിയുടെ പക കാവേരിയോടായി മാറി. തന്റെ മകനെ തന്നിൽ നിന്നും അമ്മാവനിൽ നിന്നും അകറ്റുന്നത് കാവേരിയാണെന്ന് അവർ വിശ്വസിച്ചു. പിറ്റേന്ന് തന്നെ രാജേശ്വരി കാവേരിയുടെ വീട്ടിലേക്കെത്തി. ശാരദയെ കണ്ട് അവർ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. നിന്റെ മകളെ എന്റെ മകന്റെ പിന്നാലെ വിടാൻ നോക്കരുത് ശാരദേ. നിവിനും കാവേരിയും തമ്മിലുള്ള കല്യാണം അത് ഞാൻ എന്നെ വേണ്ടാന്ന് വെച്ചതാണ്. അവൻ വേറെ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഇതെന്റെ അവസാനത്തെ വാക്കാണ്. രാജേശ്വരിയുടെ വാക്കുകൾ ശാരദയുടെ നെഞ്ചിൽ തറച്ചു. നിവിനും കാവേരിയും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന് അവിടെ തിരശ്ശീല വീഴുകയായിരുന്നു. വിധിയുടെ പുസ്തകങ്ങളിൽ അവർക്കായി എഴുതി വെച്ചത് വേറെ ചില വഴികളായിരുന്നു. കാവേരിയുടെ ജീവിതത്തിലേക്ക് നരേൻ കടന്നു വരികയാണ്. തുടക്കത്തിൽ പരസ്പരം ഇഷ്ടമില്ലാതെ നിർബന്ധമായി നടക്കുന്ന ആ ഒരു വിവാഹം പിന്നീട് വലിയൊരു പ്രണയമായി മാറാൻ പോവും. ഇതേസമയം നിവിന്റെ ജീവിതത്തിലേക്ക് യമുന എന്നൊരു പെൺകുട്ടി അപ്രതീക്ഷിതമായി കടന്നു വരും. രാഗിണിയുമായിട്ടുള്ള നിവിന്റെ വിവാഹം മുടങ്ങുകയും അവനത് ഒട്ടും താല്പര്യമില്ലാത്ത യമുനയെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. യമുനയുടെ കടന്നുവരവ് ആ കുടുംബത്തിനുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെയധികം വലുതായിരിക്കും. സന്തോഷവും സങ്കടവും പ്രതികാരവും പ്രണയവും ഒക്കെ നിറഞ്ഞ് എല്ലാവരുടെയും ജീവിതം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയായിരിക്കും. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.